ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ധോൺ ജംഗ്ഷനിലാണ്. നമ്മൾ ആക്ച്വലി ഗുണ്ടൂർ എന്നുള്ളൊരു യാത്രയിലാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടു. ഇത് സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ പുരി യശ്വന്ത്പൂർ ഗരീബ് രഥ് എക്സ്പ്രസ്സിന് ഗുണ്ടൂരിൽ നിന്ന് യശ്വന്ത്പൂരിലേക്ക് യാത്രയാണ്. ഫസ്റ്റ് പാർട്ടിൽ ഗുണ്ടൂർ ടു ധോൺ വീഡിയോ കാണിച്ചായിരുന്നു. സെക്കൻഡ് പാർട്ട് നമ്മൾ ഇവിടുന്ന് ധോൺ മുതൽ നമ്മൾ യശ്വന്ത്പൂരിലേക്കുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ധോൺ ജംഗ്ഷൻ. നമ്മൾ 12:14 ആയപ്പോഴേക്കും നമ്മളിവിടെ എത്തിയായിരുന്നു. നമ്മളിവിടുന്ന് 12:20 പോകുള്ളൂ. 12:14 ആയിട്ടുള്ളൂ. 12:13 നമ്മൾ എത്തിയായിരുന്നു. നമ്മളിവിടുന്ന് 12:20 പോകുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കുറച്ച് നേരം ഹോൾട്ട് ഉണ്ട്. ഒരു 6 മിനിറ്റോളം ഹോൾട്ട് ഉണ്ട്. ട്രെയിനിൽ ഫുഡ് വന്നായിരുന്നു. ട്രെയിനിൽ ഫുഡ് കഴിക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ധോണിൽ ഫുഡ് കിട്ടും. ധോണിൽ ഞാൻ ഒരു പ്രാവശ്യം ഫുഡ് മേടിച്ചത് അടിപൊളിയായിരുന്നു. സൂപ്പർ ഫുഡായിരുന്നു. ലെമൺ റൈസ് മേടിച്ചായിരുന്നു പ്രാവശ്യം ഇവിടുന്ന്. അടിപൊളിയായിരുന്നു അത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഓപ്ഷൻ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഞാനിപ്രാവശ്യം ട്രെയിനിലെ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി ട്രെയിനിൽ നിന്നാണ് ഫുഡ് മേടിച്ചിരിക്കുന്നത്. അത് കഴിച്ചിട്ടില്ല. ധോൺ വിട്ടിട്ട് ആ ഫുഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ധോൺ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടാൻ നമുക്ക് സ്റ്റാർട്ടറായി കഴിഞ്ഞു. സമയം കൃത്യം 12:20. ഇപ്പോൾ വിട്ടാൽ കറക്റ്റ് ടൈമിന് വണ്ടി പോകും. കൊടി വീശി ഫോർ ഓൺ ടൈം ഡിപ്പാർച്ചർ ഫ്രം ധോൺ. ഇനിയിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 3ലേക്ക് ഒരു ഡെമോ വരുമെന്ന് അനൗൺസ് ചെയ്തായിരുന്നു. ഡെമോ കയറി വന്നില്ല ഇതുവരെ. അതിനുവേണ്ടിയാണ് നമ്മൾ കുറച്ച് നേരം ഇട്ടത്. ഇപ്പോൾ 12:22, 21 നമ്മൾ അനങ്ങി തുടങ്ങിയായിരുന്നു. അപ്പോൾ അവന് കയറി വരാൻ വേണ്ടി നമ്മളിവിടെ നിർത്തിയതാണെന്ന് തോന്നുന്നു. അവൻ എത്തിയില്ല ഇതുവരെ. കൂടവ നമ്പർ പ്ലാറ്റ്ഫോം 5 ഉന്നതി എന്ന് പറയുന്നത്. അപ്പോൾ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 3യിലുണ്ട്. അതാ വന്നിട്ടുണ്ട്. ഓ, ഞാനത് കണ്ടില്ലായിരുന്നു. അതാ കയറി വരുന്നത്. ഡെമോ ആണ്. പഴയ ഡെമോ. ഇത്രയും പഴയ ഡെമോ സദൺ റെയിൽവേയിലുണ്ട്. സദൺ റെയിൽവേക്കാർ പക്ഷേ എനിക്ക് റീപെയിൻറ്റ് ചെയ്ത് മറ്റേ റെഡ് ആൻഡ് ബ്ലൂ കളറാക്കിയിട്ടുണ്ട്. ഇവർ മെമോൻ്റെ അതേ കളറാണ് വെച്ചിരിക്കുന്നത്. വിജയവാഡ ഷെഡാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മളങ്ങനെ ധോൺ ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. ഇപ്പോൾ ഡോണിൽ നിന്ന് പുറത്തിറങ്ങായി. അപ്പം ഈ ഡോണിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് നമ്മുടെ ലഞ്ച് കഴിക്കാം. ലഞ്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല തണുത്ത് ഒരു വഴിയായിട്ടുണ്ടാവും. നന്ദ്യാലിൽ നിന്ന് കയറിയ ഫുഡാണത്. ഇവിടുത്തെ മലകൾ കണ്ടില്ലേ? ഈ മലകളുടെ ഇടയിൽ കൂടെ ആയിരുന്നു നമ്മൾ വന്നത്. മലകൾ കാണാം. നല്ല ഭംഗിയുണ്ട് ഈ പ്രദേശം. ഇപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച ലഞ്ച്. പാൻട്രിയിൽ നിന്ന് തന്നെ മേടിച്ചാണോ, ഓൺ ബോർഡ് കാറ്ററിങ്ങിൽ നിന്ന് മേടിച്ചാണോ? അപ്പോൾ ഇതിനകത്തുള്ളത് റൈസ് ഉണ്ട്, കുറേ ദാളുണ്ട്, പരിപ്പാൻ്റെ കട്ടയുണ്ട്, ഇതൊരു സബ്ജി ഉണ്ട്, പിന്നെ ഒരു സബ്ജി ഉണ്ട്, 2 സബ്ജി ഉണ്ട്. പിന്നെ ഇത് കഴിച്ച് നോക്കാൻ ഉള്ളത്. ഇത്തിരി തൈര് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിരുന്നപ്പോൾ അതേ വരുന്നു മിഷ്ടി ദഹി. ഇത് ബംഗാളി ഐറ്റമാണിത്. മധുരമുള്ള തൈരാണ്. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ജസ്റ്റ് പെണ്ടക്കല്ല ജംഗ്ഷൻ എത്തി. പെണ്ടക്കല്ല ജംഗ്ഷനാണ് നമ്മൾ ലെഫ്റ്റ് തിരിയുന്നത്. ഈ ലൈന് ഇവിടെ നേരെ ഗുണ്ടക്കലിലേക്ക് പോകുന്നത്. ഗുണ്ടക്കൽ ലൈനാണത്. നമ്മൾ ഗുണ്ടക്കൽ ലൈൻ വഴി ഒരു ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ചായിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു ട്രെയിൻ. ഒരെണ്ണം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം അപ്പോൾ നടക്കുമെന്നുള്ളത്. അവിടുന്ന് ട്രെയിൻ ലെഫ്റ്റോട്ട് തിരിയുന്നുണ്ടോ? അവിടുന്ന് ലെഫ്റ്റോട്ട് തിരിഞ്ഞത് നേരെ ഗുത്തി ലൈനിലേക്ക് കയറും. അപ്പോൾ അതാണ് പെണ്ടക്കല്ലു സ്റ്റേഷൻ. നമ്മൾ ലാസ്റ്റ് ടൈം അതായത് കാച്ചിഗുഡ എന്നുള്ള മധുര എക്സ്പ്രസ് വീഡിയോയിൽ അതിൻ്റെ റൈറ്റ് സൈഡ് മൊത്തം കാണിച്ചായിരുന്നു. അപ്പോൾ ഈ സ്ട്രെച്ചിൻ്റെ ഡബിളിങ് നടക്കുന്നുണ്ട്. പെണ്ടക്കല്ലോ ഗുത്തി ലൈനിൻ്റെയും ഡബിളിങ് നടക്കുന്നുണ്ട്.
ഉണ്ട്. ഇവിടെയൊക്കെ ഡബിളിങ്ങിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ പാലങ്ങളും ഒക്കെ പണി നടക്കുന്നു. കണ്ടക്കല്ല് ഗുത്തി സെക്ഷനിൽ പകിടിറായി എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നിന്നുടനെ എടുത്തു. മെയിൻ ലൈനിൽ തന്നെ നിന്നത്. പച്ച വീണിട്ടുണ്ട് മെയിൻ ലൈനിൽ. നമ്മൾ നേരെ ഡിപ്പാർട്ട് ചെയ്യാം. എന്തെങ്കിലും സാധനങ്ങൾ ഇറക്കാനോ അല്ലെങ്കിൽ സ്റ്റാഫിനെ ഇറക്കാനോ എല്ലാം നിർത്തിയായിരിക്കും. നമ്മൾ ഡോണിൽ വെച്ച് കണ്ട മെമു അല്പം നേരം കഴിയുമ്പോൾ ഇതുവഴി പാസഞ്ചറായിട്ട് പോകുന്നുണ്ട്. ഡോൺ ഗുത്തി പാസഞ്ചറായിട്ട്. ഈ റൂട്ട് വഴിയുള്ള ഏക പാസഞ്ചർ ട്രെയിനാണ് എൻ്റെ അറിവിൽ. അതിനുള്ള യാത്രക്കാരാണ് നിൽക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലൊരു BCNHS റേക്ക് കിടപ്പുണ്ട്. അത് പവേർഡ് വേണം. ട്വിൻ ഗുണ്ടക്കൽ G7s. നമുക്കിനി ഗുത്തിയിലോട്ട് കുറച്ചും കൂടി ദൂരമുണ്ട് ബാക്കി. അപ്പോൾ നമ്മൾ ഗുത്തി ജംഗ്ഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇങ്ങനത്തെ കുറേ റോക്ക് ഫോർമേഷൻസ് ഉണ്ട്. കണ്ടോ, ഇതൊക്കെ കണ്ടോ? ഇവിടെ നിങ്ങൾ കുറേ റോക്ക് ഫോർമേഷൻസ് ഉണ്ട് ഇവിടെ. അതിൽ ചിലതൊക്കെ ഒരു അമ്പലം പോലെയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗുത്തിയിലോട്ട് കയറാൻ വന്നു. അവിടെ എന്നാൽ ദൂരമായിട്ട് ഗുണ്ടക്കൽ ഗുത്തി ലൈൻ കാണാം. അതായത് ബോംബെ ചെന്നൈ മെയിൻ ലൈൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം അതിനെ. വാക് 12B ഹോൾഡ് ഫ്രൈറ്റ് ഗുണ്ടക്കലിലേക്കുള്ള മെയിൻ ലൈനിലാണ് പോകുന്നത്. പെద్దവങ്ക. ഇതാണ് നമ്മൾ വന്ന ലൈന്. നമ്മൾ ഏറ്റവും പുറകിലാണ്ട് ഒരു വളവിൽ ട്രെയിൻ നിൽക്കുന്നത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റേഷനോട് കയറി. ഇതാണ് ഗുത്തി ഹോം സിഗ്നൽ. നമുക്കിവിടെ സ്റ്റോപ്പില്ല, റൺ ത്രൂ ആണ്. ഗുത്തി പോലത്തെ ഒരു മേജർ ജംഗ്ഷൻ റൺ ത്രൂ അടിക്കണമെന്നുണ്ടെങ്കിൽ വേറെ റേഞ്ച് വേണം അല്ലേ. ഇതാണ് മെയിൻ ലൈൻസ്. ദൂരെ നമ്മൾ നേരത്തെ കണ്ട ഫ്രൈറ്റ് പോകുന്നതാണ്. മെയിൻ ലൈനിലേക്ക് കയറിയിട്ട് സ്റ്റേഷൻ വഴി റൺ ത്രൂ ചെയ്തിട്ട് വേണം നമുക്ക് മറ്റേ ലൈനിലോട്ട് കയറാൻ, നമ്മുടെ അനന്തപൂർ ലൈനിലോട്ട് കയറാൻ. നമ്മൾ ജസ്റ്റ് ഗുത്തി സ്റ്റേഷനിലേക്ക് കയറുന്നു. നമുക്കൊരു ഷെഡ്യൂൾഡ് സ്റ്റോപ്പില്ല. ഇനി എന്തെങ്കിലും ആവശ്യം നിർത്തുമെന്ന് അറിയില്ല. കാരണം നമ്മൾ നല്ലോണം സ്ലോ. പക്ഷേ ഇവിടെ 30 km/h സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സ്ലോ ആയത്. ഇതാണ് ഗുത്തി ജംഗ്ഷൻ. അങ്ങേ അറ്റത്ത് ട്വിൻ വാപ്ടെക് ലോക്കോസ് ഹൗളിൽ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു വാപ് 4 ഹൗളിൽ ട്രെയിനും കയറി വരുന്നുണ്ട്. അരക്കോണത്തിൻ്റെ 22244 ആണ് ലോക്കോ. തിരുപ്പതി ഹുബ്ബള്ളി എക്സ്പ്രസ് ആണത്. അപ്പോൾ അവനെ റിസീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു റൺ ത്രൂ പ്രതീക്ഷിച്ച് എന്നെ തികച്ചും നിരാശനാക്കിക്കൊണ്ട് നമ്മൾ ഗുത്തി സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്.
1:15 ഇവിടെ എത്തി. Number 4 पर थोड़ी ही देर में आएगी. Your attention please. Will arrive shortly on platform number 2. അത് കോമഡി ഉണ്ടോ? യുവർ അറ്റൻഷൻ പ്ലീസ് വിൽ അറൈവ് ഷോർട്ട്ലി ഓൺ പ്ലാറ്റ്ഫോം നമ്പർ 2. അറ്റൻഷൻ പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് വരും അല്ലേ? ഇപ്പോൾ തന്നെ ഡീസൽ ലോക്കോ ഷെഡ് WDG4G 49457 ഇവിടെ കിടക്കുന്നതാണ്. ഇവിടെ ഒരുത്തനുണ്ട് 49504. എർച്ചലൻഡ് എന്ന ഫ്ലൈറ്റ് ഇപ്പോൾ ജസ്റ്റ് ഇറങ്ങിപ്പോയി. നമ്മൾ പുറപ്പെട്ടല്ലോ. 3:23 നമ്മൾ ഇറങ്ങി. ഗോയയിലേക്ക് പോകുന്ന സ്പെഷ്യൽ ട്രെയിൻ വരുമെന്ന് അനൗൺസ് ചെയ്തു. ട്രെയിൻ കയറി വന്നില്ല. ഞാൻ വിചാരിച്ചു അവനെ കയറ്റാൻ വേണ്ടി നമ്മൾ പിടിച്ചു നിർത്തിയതാണ്. 4G 49504. ഇപ്പോൾ കിടക്കുന്ന 49471. ഇപ്പുറത്തൊരു DP4 കിടപ്പുണ്ട്. അതിൻ്റെ പുറകിലും കിടക്കുന്ന ലോക്കോസ് കണ്ടോ. അങ്ങനെ ഡീസൽ ലോക്കോ ഷെഡ് കുത്തി. ഗായ ട്രെയിനിൻ്റെ കയറി വന്നു. നമുക്ക് ലോക്കയൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇതായിരുന്നു ഗുത്തി ജംഗ്ഷൻ. ഇനി നമ്മൾ ഇവിടുന്ന് റൈറ്റിലേക്ക് കയറി നമ്മൾ അനന്തപുരം ലൈനിലേക്ക് കയറും. 69150 69148 അത് ലൈവായിരുന്നു. അങ്ങേ അറ്റത്തുള്ള ഡീസൽ ലോക്കോ ഷെഡും ഇത് വാഗൺ ഡിപ്പോ, വാഗൺ മെയിൻ്റനൻസും. ഒരു ഹ്യൂജ് വാഗൺ മെയിൻ്റനൻസ് ഡിപ്പോ ആണ്. ഈ കിടക്കുന്ന BCNHS റേക്കായിരുന്നു. നമ്മൾ കുത്തി സ്റ്റേഷനിലോട്ട് കയറുന്നപ്പോൾ ലെഫ്റ്റ് സൈഡിലും ലൈനിൽ നിന്നുണ്ടായിരുന്നു. അവൻ ഡിപ്പാർട്ടായി. ബാക്കിൽ ഗാർഡിനെ കാണാനില്ലല്ലോ. ഗാർഡില്ലേ? ഇതങ്ങ് ദൂരെ പെർപെൻഡിക്കുലർ ആയിട്ടൊരു ഫ്ലൈറ്റ് കിടക്കുന്നതാണാവോ? കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അനന്തപുരം ലൈനാണ്. കാസിപ്പേട്ടിൻ്റെ ഒരു പുത്തൻ ലോക്കാണ് 43932 വാഗണൻ SC കാസിപ്പേട്ട്. ഇതും കാസിപ്പേട്ടിന് 3884. ഷണ്ടിങ് ആണെന്ന് തോന്നുന്നു. ഒരു പൈലറ്റേ ഉള്ളൂ അതിനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ ലൈനാണ് അങ്ങനെ കടന്ന് നമ്മൾ നേരെ അനന്തപുരം ലൈനിലോട്ട് കയറുകയാണ്. അങ്ങേ അറ്റത്തെ BCN റേക്ക് കിടക്കുന്നത് കാണുന്നത് അനന്തപുരം ലൈനാണ്. അത് ഗുത്തി ഫോർട്ട് സ്റ്റേഷനാണ്. ഗുത്തി ബൈപ്പാസ് ലൈനാണത്. ഗുത്തി ബൈപ്പാസ് ലൈനിലുള്ള ഗുത്തി ഫോർട്ട് സ്റ്റേഷനിലാണ് ആ BCN റേക്ക് കിടക്കുന്നത്. ഈ എക്സ്ട്രീം ലെഫ്റ്റ് കാണുന്ന ലൈൻ ഉണ്ടല്ലോ, എക്സ്ട്രീം ലെഫ്റ്റിലുള്ളത്, അത് ഒരു BPCL ഡിപ്പോയിലേക്ക് പോകുന്ന ലൈൻ. അങ്ങ് ദൂരെ BPCL ടാങ്ക് കാണാൻ പറ്റുന്നുണ്ടാവും, പെട്രോളിയം ടാങ്ക്. അതൊരു BPCL ഡിപ്പോ ആണ്. അങ്ങോട്ട് പോകുന്ന ലൈനാണത്. നമ്മളിപ്പോൾ ജസ്റ്റ് അനന്തപുരം ലൈനിലേക്ക് കയറുകയാണ്. നമ്മൾ എക്സിറ്റ് ചെയ്ത 2 ലൈനുകളാണ് മെയിൻ ലൈൻസ്, ചെന്നൈയിലോട്ട് പോകുന്നത്. രണികുണ്ട പോകുന്ന മെയിൻ ലൈൻസ്. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ഫാബുലസ് വളവുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ കവർ ചെയ്യാം. കാരണം ഇതാണ് ഇപ്പുറത്തെ വളവ്. ഞാൻ പണ്ട് ബോംബെയിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ 11013 വരുമ്പോൾ ഈ വളവ് എത്താൻ വേണ്ടി മാത്രം കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ ദ മെയിൻ ലൈൻസ് അങ്ങനെ ടുവേർഡ്സ് ചെന്നൈ പോകുന്നു. ഈ കാണുന്ന ബിൽഡിംഗാണ് ഗുത്തി ബൈപ്പാസ് ക്യാബിൻ.
ഗുത്തി ബൈപ്പാസ് ക്യാബിൻ എന്ന് പറയുന്നത് ഗുത്തിയിൽ നിന്ന്, അതായത് റെനിഗുണ്ട സൈഡിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റുകൾക്ക് ടുവേർഡ്സ് അനന്തപുരം പോകുമ്പോൾ ഗുത്തി അവോയ്ഡ് ചെയ്ത് പോകാൻ വേണ്ടി പണിതൊരു ക്യാബിനാണത്. നമ്മൾ 1681 ട്രിപ്പ് പോയ സമയത്ത് നമ്മളിത് കണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ബൈപ്പാസ് ലൈന്. ബൈപ്പാസ് ലൈനിൽ ഒരു ഫ്രൈറ്റർ നിൽക്കുന്നുണ്ട്. ഡിവൈസ് ഓവർ ഹീറ്റായി തുടങ്ങി. നല്ല ചൂടുണ്ട് ഇവിടെ പുറത്തെ. ട്വിൻ EDHL വാഗ് 7s ആണ്. EDLS HL അല്ല. ഈ സ്റ്റേഷൻ ഒരു ഗുത്തി ഫോർട്ടാണ്. അത് ആ കാണുന്ന മലയുടെ മുകളിലാണ് ഗുത്തി ഫോർട്ട്. അവിടെ ഫോർട്ട് കാണാൻ പറ്റുന്നുണ്ടാവും, മതിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. അതാണ് ഗുത്തി ഫോർട്ട്. നമ്മൾ ജസ്റ്റ് കല്ലൂർ എത്തുന്നു. അപ്പുറത്ത് ഗുണ്ടക്കൽ ലൈനിൽ കൂടെ, കല്ലൂർ ഗുണ്ടക്കൽ ലൈൻ വഴി ഒരു ഫ്രൈറ്റർ പോകുന്നതാണ്, ഒരു BCNR റൈറ്റർ. ട്വിൻ വാഗ് 7 ഹോൾഡാണത്. ഇതാണ് ഗുണ്ടക്കൽ ലൈന്. ഞാൻ ഓഗസ്റ്റിൽ ആ ലൈൻ വഴി ഒരു യാത്ര ആലോചിക്കുന്നുണ്ട്. അപ്പോഴേക്കും മഴ തുടങ്ങുമ്പോൾ എനിക്കറിയില്ല ഇവിടങ്ങളിൽ എങ്ങനെ മഴ എന്ന് എനിക്ക് ഒരു പിടിയില്ല. നമുക്കൊന്ന് വിക്കിപീഡിയ, നമുക്കൊന്ന് ഗൂഗിളിനോടൊക്കെ ചോദിച്ചു ഇവിടത്തേക്ക് മഴ എങ്ങനെയാണെന്നുള്ളത്. അപ്പോഴത്തേക്കും മഴ തുടങ്ങിയിരുന്നു എന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. നമുക്ക് ആ ലൈൻ വഴി ഒരു ട്രിപ്പ് വന്ന് നോക്കാം എങ്ങനെയുണ്ട് ആ ലൈൻ മഴക്കാലത്ത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കല്ലൂരിലോട്ട് കയറുന്ന അനുഭവം പെണ്ണാർ നദി കടക്കാനിപ്പോൾ. കല്ലൂർ സ്റ്റേഷനോട് കിടന്നു. അവിടെ ഒരു പുതുപുത്തൻ വാഗ് 43908 കിടക്കുന്നു. ട്വിൻ ഭൂസാവൽ വാഗ് 7s ആയിരുന്നു. തിരുപ്പതി ഗുണ്ടക്കൽ പാസഞ്ചറാണ് പോയത്. നമ്മൾ ജസ്റ്റ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് അനന്തപുരം എത്താണ്. ഞാൻ കുറച്ച് നേരം ഉള്ളിൽ കയറി റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ കാരണം ഫോണിലും ക്യാമറയിലും എല്ലാത്തിലും ചാർജ് കുറവായിരുന്നു. പിന്നെ കുറച്ച് നേരം ഒക്കെ ചാർജ് ചെയ്യുകയും റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. കാര്യം നമുക്ക് തന്നെ ധർമ്മവരം വരെ കാര്യമായിട്ട് ക്രോസിങ്സ് ഒന്നുമില്ല. ധർമ്മവരം എത്തിയിട്ടുള്ളൂ എന്തെങ്കിലും. അപ്പോൾ പിന്നെ ധർമ്മവരം വരെ റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. നമ്മൾ അനന്തപുരം വിട്ടപ്പോൾ വണ്ടി സ്പീഡ് പിടിച്ചിട്ടേ ഇല്ല. വണ്ടി ഇങ്ങനെ പതുക്കെ വരുന്ന. അനന്തപുരം മുതൽ 130 km/h ടെറിട്ടറി ആയിരുന്നു. പക്ഷേ എനിക്ക് നമ്മുടെ ഫ്രണ്ടിലേതോ മെമൂനൊരു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ സെക്ഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മളും പതുക്കെ വരുന്നത്. പിന്നെ ഒരു സ്റ്റേഷനിൽ ലൂപ്പിൽ കൂടെ ഒരു ഫ്രൈറ്റിന് ഓട്ടേക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. മൊത്തത്തിൽ സ്ലോ ആയിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിനൊരു 15 മിനിറ്റ് മുമ്പെങ്കിൽ നമ്മൾ സമാധാനം എത്തേണ്ടതായിരുന്നു. ഇപ്പോൾ സമയം 3:01 3:05 ധർമ്മവരത്തെ അറൈവൽ ടൈം. 3:05 ആകുമ്പോൾ ചെന്ന് കയറും തോന്നുന്നു എന്തായാലും. പാമേരു നദിയാണിത്.
ധർമാവരം സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. നമ്മുടെ ലോക്കോ സ്റ്റേഷനിലോട്ട് കയറി കഴിഞ്ഞു. ഏത് പ്ലാറ്റ്ഫോമാണ് എങ്ങോട്ടാണ് പോകുന്നത് ഒരു പിടിയും കാണില്ല. വലിയ യാർഡാണ് കണ്ടോ. യാർഡിൽ കുറേ പണി നടക്കുന്നുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഒരു ലൈൻ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇവിടെ, എന്തോ കമ്മീഷനിങ് വേണ്ടി. എനിക്ക് ആ യാർഡൊക്കെ കമ്മീഷൻ എന്നായിരിക്കും ചെയ്തത്. കാര്യം അവിടുത്തെ പോയിൻറ്റ്സൊക്കെ പുത്തന, നല്ല പച്ച പെയിൻറ്റ് കാണാൻ ഇപ്പോഴും. കൃഷ്ണരാജപുരത്തിൻ്റെ 4398 ആണ്, പുത്തനാണ് വാഗ്നൈൻ HC. അത് സൈഡിൽ 43987 എഴുതുന്ന കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു ടിപ്പിക്കൽ ഫോണ്ടാണത്. പണ്ട് ഡീസൽ ലോക്കോസ്റ്റിൽ അവർ ഇതേ ഫോണ്ടല്ല എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അതേ ഫോണ്ടാണ്. അത് കാണാനൊരു അഴകാണത്. അത് കാണുമ്പോൾ അത് KGM ലോക്കോ ആണെന്നുള്ളത്. यशवंतपुर को जाने वाली पूरी यशवंतपुर सुपरफास्ट एक्सप्रेस हिंदूपुर यलहंका जंक्शन के रास्ते प्लेटफॉर्म क्रमांक 1 पर आ चुकी है. അപ്പോൾ നമ്മളങ്ങനെ ധർമ്മവരം ജംഗ്ഷനിലോട്ട് കയറിയിരിക്കുന്നു. ഇവിടെ റോയപ്പുരത്തിൻ്റെ ഒരു ലോക്കോ 39054 കിടക്കുന്നു. ഇത് മിക്കവാറും മച്ചിലിപ്പട്ടണം എക്സ്പ്രസ് ആയിരിക്കണം. തെലുങ്കിൽ മാത്രമുള്ള ബോർഡ്. അപ്പോൾ നമ്മളങ്ങനെ ധർമ്മവരം ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നത്. സമയം 3:13, 3:12 എത്തിയായിരുന്നു. 3:05 വരണമായിരുന്നു. അപ്പോൾ വണ്ടി ലേറ്റാണ്. വണ്ടി ഒരു 7 മിനിറ്റ് ലേറ്റാണ്. അവിടെ നമ്മുടെ ഫേമസ് ധർമ്മവരം ഡാൾവട ഉണ്ടത് മേടിക്കാം. ഇതാണ് ഫേമസ് ധർമ്മവരം ദാൾവട. ബേസിക്കലി പരിപ്പ് വട വിത്ത് ക്യാബേജ് ഇട്ടുണ്ടാക്കുന്നൊരു പരിപ്പ് വടയാണിത്. 10 രൂപ ഒരെണ്ണത്തിന്. അങ്ങനെ ധർമ്മവരം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. സമയം ഇപ്പോൾ 3:21. വണ്ടി ഏകദേശം 11 മിനിറ്റ് ലേറ്റാണ്. ഈ ധർമ്മവരം മച്ചിലിപ്പട്ടണം എക്സ്പ്രസ്സിന് റേക്കിൻ്റെ പുറകിൽ ട്വിൻ G9s കൊണ്ടുവന്ന് നിർത്തിയിട്ടിട്ടുണ്ട്. കപ്പിൾ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. എന്തിനാണോ അപ്പോൾ ഇതായിരുന്നു ധർമ്മവരം ജംഗ്ഷൻ. ഇവിടെ 11013 വരുന്ന അനൗൺസ്മെൻറ്റ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ വണ്ടി ഇതുവരെ അകത്തോട്ട് എത്തിയിട്ടില്ല. വണ്ടി പുറത്തെത്തിയിട്ട് നേരം കുറേയായി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ധർമ്മവരം ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. അങ്ങേറ്റത്തെ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു പോകുന്ന ലൈന് മദനപ്പള്ളി വഴി പാക്കാലയിലേക്ക് പോകുന്ന ലൈനാണ്. മദനപ്പള്ളി റോഡ് വഴി പാക്കാലയിലേക്ക്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നമ്മുടെ കാച്ചിഗുഡ മധുര എക്സ്പ്രസ്സിന് ആ വഴി കൂടെ നമ്മൾ പോയത്. നമ്മൾ മീനാൽ നാഗസമുദ്രം വഴി ടുവേർഡ്സ് പെനുക്കോണ്ട ലൈനിലോട്ട് കയറി. നമ്മൾ നാഗസമുദ്രം വഴിയാണ് പെനുക്കോണ്ട പോകുന്നത്, SSPN വഴിയല്ല. ഇവിടുത്തെ പെനുക്കോണ്ടയിലേക്ക് 2 ലൈനുണ്ട്. ഒരെണ്ണം SSPN വഴി, അത് സത്യസായി പ്രശാന്ത് നിലയം വഴി പോകുന്ന ഒരു ലൈനും, ഒരെണ്ണം നാഗസമുദ്രം വഴി നേരെ പോകുന്ന ലൈനും. നമ്മൾ നാഗസമുദ്രം വഴിയാണ് പോകുന്നത്. നമ്മുടെ പുറകെ വന്ന 11013 അത് SSPN വഴിയാണ് പോവുക. ആ എക്സ്ട്രീം റൈറ്റ് കാണുന്നത് ആക്ച്വലി ധർമ്മവരം യാർഡിൽ നിന്ന് ഈ ലൈനിനോട് കണക്ട് ചെയ്യുന്നത് പുതിയതായിട്ട് ചെയ്തൊരു ലൈനാണത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുമ്പോൾ അതിൻ്റെ പണി നടക്കുമായിരുന്നു. മീൻസ് അത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് കണക്റ്റിങ്ങും വയറിങ്ങും ഒക്കെ കഴിഞ്ഞു തോന്നുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു നോൺ ഇൻ്റർലോക്കിംഗ് വർക്ക് ഉണ്ടായിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ എനിക്ക് ആ സമയത്ത് അത് കമ്മീഷൻ ചെയ്തെന്ന് തോന്നുന്നു. വെൽക്കം ടു സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ബാംഗ്ലൂർ ഡിവിഷൻ. അപ്പോൾ നമ്മളങ്ങനെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ പരിധിയിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ
നമ്മൾ 2 ഡിവിഷൻസായിരുന്നു നമ്മൾ ട്രാവൽ ചെയ്തത്. നമ്മൾ ഗുണ്ടൂർ ഡിവിഷനിൽ ആരംഭിച്ച് ഗുണ്ടക്കൽ ഡിവിഷനിൽ കൂടെ ഇവിടെ വന്ന് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ബാംഗ്ലൂർ ഡിവിഷനിലേക്ക് കയറി. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ബാംഗ്ലൂർ ഡിവിഷനിൽ തന്നെ നമ്മുടെ യാത്ര അവസാനിക്കും. ഇവിടെ എത്തുന്ന ഈ ട്രെയിനിൻ്റെ യാത്ര അവസാനിക്കും. ഈ ട്രെയിൻ ശരിക്കും തുടങ്ങിയത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ കുർഡ റോഡ് ഡിവിഷനിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് കാണുന്ന ലൈൻ എന്ന് പറയുന്നത് സത്യസായി പ്രശാന്തി നിലയത്തിലോട്ട് പോകുന്ന ലൈനാണ്. ആ ലൈൻ ഇവിടെ വെച്ച് തിരിഞ്ഞു പോകും. നമ്മളൊരു 10 മിനിറ്റിന് മേലെ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. നാഗസമുദ്രം സ്റ്റേഷനാണ്. ആദ്യം ഞാൻ വിചാരിച്ച നമ്മളൊരു സ്ലോ ഡൗൺ ചെയ്തിട്ട് വെച്ചാൽ ഫ്ലൈറ്റിനെ ഓട്ടേക്കാനായിരിക്കും എന്ന് വെച്ചു. അതിന് മെയിൻ ലൈനിൽ നിന്ന് വന്നങ്ങ് കിടന്നു. കുറച്ച് നേരം ഇപ്പോൾ ഒരു 10 മിനിറ്റിന് മേലെ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഓപ്പോസിറ്റ് ലൈനിലെ ലൂപ്പ് ലൈനിലെ സിഗ്നൽ മഞ്ഞായിട്ടുണ്ട്. അപ്പോൾ ഏതോ ട്രെയിൻ ഇതുവഴി ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു. ഫൈനലി നമ്മളിവിടെ ഓൾമോസ്റ്റ് 15-20 മിനിറ്റോടെ പോസ്റ്റ് ആക്കിയിട്ട് ഓപ്പോസിറ്റ് ലൈനിൽ കൂടെ ഒരു വണ്ടി വരുന്നുണ്ട്. മൈസൂർ ജയ്പൂർ എക്സ്പ്രസ് ആണിത്. ഇപ്പുറത്തെ സൈഡിൽ ഒരു ട്വിൻ G9 ഹോൾഡ് BCNR ഒക്കെ ആയിരുന്നു. അത് ടുവേർഡ്സ് ധർമാവരമാണത്. ഇവിടെ കുറേ നേരമായിട്ട് എൻ്റെ പണി ഇതാണ്. ഈ പ്ലാറ്റ്ഫോമിൻ്റെ കല്ല് ലേ ചെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 3ാമത്തെ 4ാമത്തെ കല്ലെങ്ങാണ്ടേ അവർ വെക്കുന്നു. അവർ കല്ല് വെക്കും, അത് അഡ്ജസ്റ്റ് ചെയ്യും, പിന്നെ അതിൻ്റെ ഇടയിൽ സിമെൻ്റ് ഇടും. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കുറേ നേരം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഏകദേശം 3:45 ഇവിടെ വന്നതാണ്. ഇപ്പോൾ സമയം 4:20. നമ്മളിതുവരെ ഇവിടുന്ന് പുറപ്പെട്ടിട്ടില്ല. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ടിപ്പിക്കൽ കൺട്രോളിംഗ് ആണിത്. നമുക്കിന്ന് രാത്രി 9:35 KSR ബംഗളൂരു എന്നൊരു ട്രെയിൻ പിടിക്കാനുള്ളതാണ്. എന്താവും അവസ്ഥ എന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. പിന്നെ 7:45 ഇവൻ യശ്വന്ത്പൂർ എത്തേണ്ടത്. 7:45 യശ്വന്ത്പൂരായിട്ട് കറക്റ്റ് എത്തിക്കഴിഞ്ഞാൽ 9:30 ട്രെയിൻ നമുക്ക് പിടിക്കാൻ പറ്റും. എന്താവും എന്നുള്ളത് കണ്ടറിയണം. കോശി അടിപൊളി. ഒരു ട്രെയിനും കൂടി വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിഗ്നൽ അവൻ്റെ സ്റ്റാർട്ടർ കൊടുത്തിട്ടില്ല, റെഡാണ്. അപ്പോൾ അവൻ മിക്കവാറും ഇവിടെ ഒന്ന് നിൽക്കും. മണിക്കൂറുകൾ വൈകി ഓടുന്ന യശ്വന്ത്പൂർ സാന്ത്രകാച്ചി AC സ്പെഷ്യലാണ്. അങ്ങനെ ഫൈനലി 1/2 മണിക്കൂർ മേലോടെ കിടന്നിട്ട് നമുക്ക് സ്റ്റാർട്ടറായി. ഇപ്പോൾ സമയം 4:26. ഒരു 3/4 മണിക്കൂറിനെടുത്തേ, 1/2 മണിക്കൂറല്ല, 3/4 മണിക്കൂറിനെടുത്തേ. കാരണം നമ്മൾ ഏകദേശം ഒരു 3:45 കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നായിരുന്നു. ഇതിന് 2 ജനറേറ്റർ റണ്ണിങ്ങാണ് ഈ യോജിയിൻ്റെ. 18 കോച്ചില്ല. ലോഡ് കാരണമായിരിക്കും ചിലപ്പോൾ, ചൂടുമല്ല. അപ്പോൾ നമ്മളങ്ങനെ നാഗസമുദ്രം സ്റ്റേഷൻ കുറേ നേരം കണ്ടിട്ട് ഇപ്പോൾ നമ്മൾ ഇറങ്ങി. സിഗ്നലിങ്ങിൻ്റെ വർക്കാന്ന് തോന്നുന്നു ലെഫ്റ്റ് സൈഡിൽ. ഡബിളിങ് കഴിയാതെ ഒരു ചെറിയ സെക്ഷനേ ഉള്ളൂ. പക്ഷേ ആ സെക്ഷനിലെ കൺട്രോളിങ് പോലും ഇങ്ങനെ ശോഭമാണ്. ഇതാണ് ഇവിടുത്തെ ഡബിളിങ്ങിൻ്റെ പ്രോഗ്രസ്. ലാൻഡ് ലെവലിംഗ് ആയിട്ടുള്ളൂ, അല്ലാണ്ട് റെയിലൊന്നും ഇട്ട് തുടങ്ങിയിട്ടൊന്നുമില്ല. ഈ
കാണുന്ന മലകളുടെയൊക്കെ അപ്പുറത്ത് കൂടെയാണ് സത്യസായി പ്രശാന്തി നിലയം വഴിയുള്ള ലൈൻ, SSPN ലൈൻ പോകുന്നത്. ആ ലൈനിൽ ലൈനിലൊരു ടണലൊക്കെ ഉണ്ട്. നമ്മൾ കൊണ്ടവീട് എക്സ്പ്രസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ആ ലൈൻ വഴിയായിരുന്നു പോയത്. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ആ ലൈന്. ഇത് ഈ മലയുടെ ജസ്റ്റ് അപ്പുറത്തെ സൈഡ് അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അവിടെ കുറച്ചുകൂടി ഡ്രൈ, എനിക്കൊന്നും ഇവിടെ കുറച്ചുകൂടി പുല്ലും ഒക്കെ ഉണ്ടെന്നു. അവിടെ നല്ലോണം ഡ്രൈ ആയിരുന്നു കണ്ടത്. പൊളി 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 അടിപൊളി. ഒരു വന്ദേ ഭാരതിനെ തടഞ്ഞു നിർത്തി നമ്മളെ കയറ്റിവിടുക പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ പൊളി. ഈ ലെഫ്റ്റ് കാണുന്നത് കിയയുടെ ഫാക്ടറി കേട്ടോ, കിയ കാസിൻ്റെ ഫാക്ടറിയാണ് കാണുന്നത്. അത് കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്ന ട്രക്കുകളാണ് ഇപ്പുറത്ത് കിടക്കുന്നത്. ഒരു ഹ്യൂജ് ഏരിയയാണ് അവിടെ. കിയ എന്നുള്ള വലിയ ബോർഡ് കാണാം. അവിടെയാണ് കിയ കാർസ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇപ്പുറത്തേക്ക് അതിൻ്റെ ആൻസിലറീസ് ആണ്, സപ്ലയേഴ്സും ഒക്കെ ആണ് ഇപ്പുറത്തെ സൈഡിലുള്ള മൊത്തം. പുള്ളി കറക്റ്റ് ടൈമിൽ ഞാൻ തിരിച്ചു വന്നത്. അത് ഇതായിരുന്നു നമ്മുടെ കൽബുർഗി വന്ദേ ഭാരതായിരുന്നു. അടുക്കാറായിരുന്നു. സത്യസായി പ്രശാന്തി നിലയം വഴി വരുന്ന ലൈന്. ഈ ലൈൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ SSPN വഴിയുള്ള ലൈന് വന്ന് കയറി നമ്മളിപ്പോൾ പെനുക്കൊണ്ട സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പെനുക്കൊണ്ട നമുക്ക് സ്റ്റോപ്പില്ല, നമ്മുടെ അടുത്ത സ്റ്റോപ്പിൽ ഹിന്ദുപൂരിലാണ്. Ultimate. 37814 R7, അത് 11013 ആയിരുന്നു. ധർമ്മവരത്ത് വെച്ച് നമ്മൾ പുറകെ വന്ന് കയറിയവൻ. അവൻ SSPN വഴി ഓടിങ്ങി എത്തി. നമ്മളിപ്പോൾ എത്തുന്നേ ഉള്ളൂ. നമ്മൾ ജംഗിൾ പൊളിയാണ് പൊളിക്കുന്നത്. കാര്യം നമ്മൾ 7:45 യശ്വന്ത്പൂർ എത്തണം. അവന് 9:30 KSR ബാംഗ്ലൂർ എത്തിയാൽ മതി. അവന് ഇഷ്ടംപോലെ സമയമുണ്ട്. അതിന് അത്യാവശ്യം കുറേ ഷോപ്പും ഉണ്ട്. അപ്പം നമ്മൾ ജംഗിൾ പൊളിക്കണം നമ്മളിനി സമയത്ത് എത്തണമെന്നുണ്ടെങ്കിൽ. അതായത് ഇനി എവിടെ നമ്മൾ ഡീറ്റെയിൻ ചെയ്യാണ്ട് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ 7:45 കൃത്യം നമ്മൾ യശ്വന്ത്പൂർ 7:45 മുമ്പ് യശ്വന്ത്പൂരിൽ കയറാൻ പറ്റും. നല്ല ക്ലൗഡിയാണ്. ബാംഗ്ലൂർ സിറ്റിയിൽ ഇന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ഞാൻ പെടും.
ഇത് ഏത് ട്രെയിനുള്ള തിരക്കാണ്? നല്ല തിരക്കുണ്ട്. മെയിൻ ലൈനിൽ വരുന്ന ഏതോ ട്രെയിനുള്ള തിരക്കാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ട്രെയിനാണ്. നമ്മൾ അത്യാവശ്യം നല്ലോണം തന്നെ ലേറ്റാണ്. സമയം 5:20 ഇപ്പോൾ. ഇതാണ് ഹിന്ദുപൂർ സ്റ്റേഷൻ. നമ്മൾ ഏകദേശം 40 മിനിറ്റ് ലേറ്റാണ്. 40 മിനിറ്റ് തികച്ചില്ല, ഏകദേശം 40 മിനിറ്റ് ലേറ്റ്. അപ്പോൾ അങ്ങനെ ഹിന്ദുപൂരിൽ നിന്നും യാത്ര തുടങ്ങി. വണ്ടി ലേറ്റായിട്ട് തന്നെ പോകുന്നത്. സമയം ഇപ്പോൾ 5:24. നമ്മളൊരു 3 മിനിറ്റ് 4 മിനിറ്റോടെ കടന്നു. ടൈമൊന്ന് മേക്കപ്പ് ചെയ്താൽ കൊള്ളാമായിരുന്നു. യലഹങ്ക കാച്ചിഗുഡ എക്സ്പ്രസ് ആയിരുന്നു. അതും ഒരു ഗരീബ് രഥ് എക്സ്പ്രസ് ആയിരുന്നു. പക്ഷെ അത് ശരിക്കും ഗരീബനായിരുന്നു. വാഗ് 7 ആയിരുന്നു ലോക്കോ. അത് യശ്വന്ത്പൂർ സെക്കന്ദരാബാദ് ഗരീബ് രഥ് എക്സ്പ്രസ് ആയിരുന്നു. ഗൗരി ബദനൂർ സ്റ്റേഷനായിരുന്നു. നമ്മൾ കർണാടകയിൽ കയറി. നമ്മൾ എവിടെ നിന്നാണ് എക്സാക്ട്ലി കർണാടക കയറി എന്നുള്ളത് ശ്രദ്ധിച്ചില്ല. നമ്മളിപ്പോൾ കർണാടകയിലാണ്. വൺ 1014 കോയമ്പത്തൂർ LTT എക്സ്പ്രസ് ആയിരുന്നു അത്. നമ്മൾ ജസ്റ്റ് തോണ്ടേബാവി എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഇവിടെ സ്റ്റേഷന് തൊട്ട് പുറകിലൊരു സിമെൻറ്റ് ഫാക്ടറി ഉണ്ട്. ഒരു ഡെഡിക്കേറ്റഡ് സൈഡിങ് ഒക്കെ ഉണ്ട് അങ്ങോട്ട്. വളരെ മോശം കൺട്രോളിങ് കേട്ടോ. നമ്മളിത് വീണ്ടും തൊണ്ടേഭാവി പിടിച്ചിട്ടു. നമ്മുടെ മുന്നിലൊരു അനന്തപൂർ ബംഗളൂരു മെമു പോയിട്ടുണ്ട്. ശരിക്കും അത് നമ്മുടെ പുറകെയാണ് യലഹങ്ക എത്തേണ്ടത്. അതിപ്പോൾ നമ്മുടെ മുന്നേ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മാക്കളിദുർഗ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. മാക്കളിദുർഗ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നുള്ള അടുത്ത സ്റ്റേഷൻ അവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ പിടിച്ചിട്ടു. അതിനിവിടെ എങ്ങാനൊക്കെ പിടിച്ചിട്ട് ഈ ലൂപ്പിൽ പിടിച്ചിട്ട് നമ്മളെ കയറ്റി വിട്ടാൽ മതിയായിരുന്നു. എന്തായാലും നമ്മൾ ആദ്യം എത്തേണ്ടത്. നമ്മൾ വിട്ടു. ഇതിൻ്റെ തൊട്ട് പുറകിൽ നേരത്തെ ഉള്ളൊരു സിമെൻറ്റ് ഫാക്ടറി ഉണ്ട്. റെയിൽവേ സ്റ്റേഷനോട് ഇത്ര അടുത്ത് കിടക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫങ്ഷനിങ് ആണോന്ന് അറിയില്ല കേട്ടോ. കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല.
അപ്പോൾ അതായിരുന്നു മൈസൂരു ബാഗൽകോട്ടെ ബസവ എക്സ്പ്രസ്. ഭിലായ് ഷെഡിൻ്റെ ട്വിൻ G9s 31371 ആണ് ലീഡിങ് ലോക്കോ. സിമൻ ബൾക്കറാണിത്. BCFCM ഒരു വാഗണാണിത്. അപ്പോൾ ഇതായിരുന്നു മാക്കാലി ദുർഗ സ്റ്റേഷൻ. അവിടെ മുകളിലായിട്ട് ആ കാണുന്ന പഴയ മീറ്റർ ഗേജ് അലൈൻമെൻ്റ് ആട്ടോ. പണ്ടത്തെ മീറ്റർ ഗേജ് അലൈൻമെൻ്റ് ആണിത്. അതങ്ങനെ അതുവഴി ഇങ്ങനെ കറങ്ങിയത് വരുന്നത്. വലിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഇതിനാണ് വലിപ്പിക്കുക എന്ന് പറയുന്നത്. അതായത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയോട് കയറിയപ്പോൾ നമ്മുടെ കഷ്ടകാലം തുടങ്ങിയതാണ്. അവിടെ ക്രോസിങ്ങിന് പിടിച്ചിട്ടും പിന്നെ ഓരോ സ്റ്റേഷനിൽ പോയി പിടിച്ചിട്ട് മെമുവിന് പുറകെ പോയിക്കൊണ്ടിരിക്കുക. മെമു ഏകദേശം യലഹങ്ക് എത്താറായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ നമ്മുടെ അടുത്ത യാത്ര ഞാൻ ചെറുതായിട്ടൊന്ന് പരിഷ്കരിച്ചു. അത് ശരിക്കും KSR ബാംഗ്ലൂരാണ് ഞാൻ കയറേണ്ടത്. ആ ട്രെയിൻ യശ്വന്ത്പൂർ വഴി തന്നെ വരും. അപ്പോൾ ഞാൻ യശ്വന്ത്പൂരിലേക്ക് ബോർഡിംഗ് പോയിന്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യശ്വന്ത്പൂർ കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഫ്രഷപ്പ് ആവുമെന്ന് വെച്ചു. പകൽ മുഴുവൻ യാത്ര ചെയ്ത് നല്ല പൊടിയും ബോഡി ഒരുമാതിരി അവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് ഇങ്ങനെ ലോഡ്ജിലോ എല്ലാം ഒരു റൂം എടുത്തു. KSR ബാംഗ്ലൂർ ഹിന്ദുപ്പൂർ മെമു ആണ്. അപ്പോൾ യശ്വന്ത്പൂർ എത്തിയിട്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് ഫ്രഷപ്പ് ആവണം. പുറത്തെല്ലാം റൂമെല്ലാം കിട്ടുമെന്ന് നോക്കാം. അവിടുത്തെ വെയിറ്റിംഗ് റൂം ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഇതല്ല, ഭയങ്കര തിരക്കാണ്. പുറത്തെല്ലാം റൂമെല്ലാം കിട്ടി കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് കയറി ഫ്രഷപ്പായിട്ട് നമുക്ക് ഫ്രഷായിട്ട് യാത്ര തുടരാം. നമ്മൾ ബാംഗ്ലൂർ നഗരത്തിലോട്ട് അടുത്ത് തുടങ്ങി. വലിയ വലിയ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സ് ഒക്കെ കണ്ടു തുടങ്ങി. ഏതോ ഒരു വണ്ടി, ഏതാണോ? വാപ്സാൻ 37647 ആയിരുന്നു. മൈസൂരു കാച്ചഗുഡ എക്സ്പ്രസ് ആണ്. മൊത്തം ഫ്ലാറ്റ് വീലായിരുന്നു. ഈ ലെവൽ ക്രോസിലുള്ളവർക്ക് ഡാർക്ക് സീനാണല്ലോ. ട്രെയിൻ ഒന്ന് കുറുകെ ഒന്ന് നിൽക്കുക. ഇനി ഇത് പോയാലല്ലേ ഗേറ്റ് തുറക്കുള്ളൂ. അവിടെ സ്വിഗ്ഗിക്കാരനടക്കമുണ്ട്. ഗേറ്റിൽ നല്ല തിരക്കാണല്ലോ. ഇതൊരു പവർ പ്ലാന്റാണ്, ഗ്യാസ് ബേസ്ഡ് പവർ പ്ലാന്റ് എന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂർ 8 വർഷം ജീവിച്ചെങ്കിൽ ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടാകുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് യലഹങ്കയിലേക്ക് എത്തുന്നു. വണ്ടി നല്ലോണം ലേറ്റാക്കി ഇവന്മാർ. എന്താ പറയുക, നമ്മുടെ യശ്വന്ത്പൂർ 7:45 എത്തിക്കാൻ പറ്റും ഇനിയും. കാര്യം നല്ല ബഫർ ടൈം ഉണ്ടായിരുന്നു. ഇനി വേണമെങ്കിൽ 7:45 എത്തിക്കാം. എത്തിക്കുമോ എന്നറിയില്ല. എത്തിച്ചു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. കുറച്ച് സമയം കിട്ടിയാനൊന്ന് ഫ്രഷപ്പ് ആവാനൊക്കെ. നമ്മളങ്ങനെ യലഹങ്കയിലോട്ട് കയറി.
7:12 നിർത്തുമ്പോൾ 7:12 നമ്മളങ്ങനെ യലഹങ്കയിലെത്തി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1 മണിക്കൂറിന് മേലെ ലേറ്റാണ് വണ്ടി. ഇപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞു. നമ്മൾക്ക് പച്ച സിഗ്നൽ കിട്ടി. മെയിൻലാൻഡ് ഡിപ്പാർച്ചറാണ്. പച്ചയാണ് സ്റ്റാർട്ടർ. ഞാൻ സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു, പച്ച സ്റ്റാർട്ടർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഫുള്ള് ത്രൂ ഔട്ടിന് യശ്വന്ത്പൂർ വരെ പച്ച കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 7:45 യശ്വന്ത്പൂർ പോയി കയറും. 7:15 ഇവിടുത്തെ ക്ലോക്കിൽ. 7:14 വേണേൽ കൂട്ടാം, വേണ്ട 7:15 തന്നെ. അപ്പോൾ അങ്ങനെ യലഹാങ്ക് കഴിഞ്ഞു. ഇനി നമുക്ക് യശ്വന്ത്പൂരത്തിൽ കാണാം. ഇടയ്ക്ക് ഉടൻ പിടിച്ചിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് യശ്വന്ത്പൂർ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ 7:57 യശ്വന്ത്പൂരിൽ വന്ന് കയറി. 12 മിനിറ്റ് ലേറ്റായിട്ട്. ഇത് അവോയ്ഡ് ചെയ്യാവുന്ന ഡിലേ ആയിരുന്നു. മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ വണ്ടി കറക്റ്റ് ടൈമിന് അല്ലെങ്കിൽ ബിഫോർ ടൈം വന്ന് കയറിയാണ് എന്തിലോട്ടെ. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ്, ഫീഡ്ബാക്ക്, സജഷൻസ് ഒക്കെ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയേറെ ആവശ്യമാണ് നമുക്ക്. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഇവിടുന്ന് ഉടനെ നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങും. ആദ്യം താമസിയാതെ നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങാറായി. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. എന്ത് പറയുന്നു, അല്ല നല്ലത്. സോ ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ്. See you very soon in the next video. Until then, bye bye.